ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പം ഡേറ്റ അനലിറ്റിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പലർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ഇന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഡേറ്റ അനലിറ്റിക്സിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപയോഗം വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് നമ്മുടെ കോഴ്സ് ഔട്ട്ലൈൻ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വൈ സ്റ്റാറ്റിസ്റ്റിക്സ് മാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ദെൻ വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്, സാമ്പിൾ ആൻഡ് പോപ്പുലേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഡാറ്റ, അതിൻ്റെ ടൈപ്പുകൾ, ടൈപ്സ് ഓഫ് അനാലിറ്റിക്സ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സ് എന്ന് ഒരു ബിസിനസ് യൂസ് കേസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മുടെ ഡേറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, ഒരു പകുതി വരെ ഓക്കെ ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മേ ബി നെക്സ്റ്റ് ഒരു സെഷനിൽ മറ്റും നമുക്ക് ബാക്കിയുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷൻസും ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനിയിപ്പം ഇതിന്റെ എൻഡിൽ നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യും. അപ്പോൾ ആ പറയുന്ന പ്രോഗ്രാം നമ്മളുടെ വാട്സാപ്പ് ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വാട്സാപ്പ് ചാനലിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കയറി ഫോളോ ചെയ്യാം. ആൻഡ് മറ്റുള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സും പിന്നെ അതേപോലെ ഡേറ്റ കരിയേഴ്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, റെസ്യൂമെ ടിപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ട്യൂട്ടോറിയലിന്റെ കംപ്ലീറ്റ് നോട്ട്സും ആ ഒരു ചാനലിൽ കൊടുത്തേക്കാം. സോ ഒന്ന് കയറി നോക്കാം. ഓക്കെ, സോ ഇൻ ടു ആർ വീഡിയോ. ഓക്കെ, വൈ സ്റ്റാറ്റിസ്റ്റിക്സ് മാറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, 2 കമ്പനീസ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഈ 2 കമ്പനീസിലെയും ആളുകളുടെ ആവറേജ് സാലറി എടുക്കുന്ന സമയത്ത് കമ്പനി എയുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 50,000 ആണ്. അതേപോലെ കമ്പനി ബി എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 50,000 തന്നെയാണ്. പക്ഷെ ഇത് 2 കമ്പനീസിൻ്റെയും ആവറേജ് സാലറി 50,000 ആണ് എന്ന് വിചാരിച്ച് ഈ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളുടെയും സാലറി 50,000 ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നെവർ, അല്ല. അതിൽ എന്താ, നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. ആവാതിരിക്കാം, ഇറ്റ് ഡിപ്പെൻഡ്സ് അല്ലേ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി മനസ്സിലാക്കി എടുക്കുന്നതിനാണ് നമ്മൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എംപ്ലോയീസ് അറ്റ് ബോത്ത് ഏൺ റഫ്ലി ദ സെയിം, അവർ രണ്ടുപേരും സെയിം ഏൺ ചെയ്യുന്നുണ്ട്? നോ, നോട്ട് നെസസറിലി. സോ സ്റ്റാറ്റിസ്റ്റിക് ഹെൽപ്പ് us ലുക്ക് ബിയോണ്ട് ദ ആവറേജ്. ഓക്കെ, അപ്പോൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി. ഓക്കെ, സോ ഒരു സെയിൽസ്, മേ ബി ആമസോണിന്റെ സെയിൽസ് റിപ്പോർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ സെയിൽസ് ആയിക്കോട്ടെ, എന്തിന്റെ സെയിൽസ് ആയിക്കോട്ടെ, അവരൊക്കെ നോക്കുന്നത് ഇത്രയും കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടാവും അല്ലേ. ലൈക്ക് ഇതൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. സോ ഫസ്റ്റ് വൺ, വിച്ച് പ്രൊഡക്റ്റ് സെൽസ് ബെറ്റർ, ഏത് പ്രൊഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ സെയിലായി പോകുന്നത്, ആർ ദ കസ്റ്റമർ സാറ്റിസ്ഫൈഡ്, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ. ഓക്കെ, ഹാസ് റവന്യൂ ഇൻക്രീസ്ഡ്, റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ, വിച്ച് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ വർക്ക്സ് ദ ബെസ്റ്റ്, ഈസ് ദിസ് റിസൾട്ട് ഡ്യൂ ടു ലക്ക് ഓർ റിയൽ ഇംപ്രൂവ്മെന്റ്. വെനെവർ കമ്പനീസ് കളക്ട് ഡേറ്റ ദേ ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ് അല്ലേ. ഇപ്പൊ നമ്മളൊരു ബിസിനസ് നടത്തുകയാണെങ്കിലും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ഈ കാണിച്ചിട്ടുള്ളത്. വിച്ച് പ്രോഡക്റ്റ് സെൽസ് ബെറ്റർ, ഇപ്പൊ സേ നമ്മളിപ്പോൾ ഒരു ടീ ഷോപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏത് കൈൻഡ് ഓഫ് ടീ ആണ് ഏറ്റവും കൂടുതൽ സെയിലായി പോകുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഏതൊക്കെ ദിവസങ്ങളിലാണ് കൂടുതൽ സെയിലാവുന്നത്, രാവിലെയാണോ വൈകുന്നേരങ്ങളിലാണോ കൂടുതൽ സെയിലാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ കമ്പനീസും ഈ പറയുന്ന കാര്യങ്ങൾ നോക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സിന്റെ കേസിൽ പറയുമ്പോൾ നെറ്റ്ഫ്ലിക്സ് മൂവി റെക്കമെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബേസ്ഡ് ഓൺ സം പാറ്റേൺസ് ആണ് അല്ലേ. ആ പാറ്റേൺസ് എങ്ങനെയാണ് മനസ്സിലാവുന്നത്, ഇതിൽ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സിനെ വെച്ചിട്ടാണ് അത് ആക്ച്വലി മനസ്സിലാവുന്നത്. സോ ഇതിന്റെ കയ്യിലൊക്കെ ഐ മീൻ ഒരു ബിസിനസ് നടത്തുന്നവർക്കും അവരുടെ കയ്യിൽ എന്തുണ്ടാവും, ഒരു ഡേറ്റ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദ ഫോർമാറ്റ് ഓഫ് എ ടേബിൾ. ഒരു ടേബിളിന്റെ ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ പറയുന്ന ഡേറ്റയിൽ ഒരുപാട് കോളംസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഓർഡർ ID എന്ന് പറയുന്ന ഒരു കോളം. ഓക്കെ, ഓർഡർ ID എന്ന് പറയുന്ന ഒരു കോളം, പ്രോഡക്റ്റ് എന്താണ്, ഓക്കെ, ആ പ്രോഡക്റ്റിന്റെ ID മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു കോളം, ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് എത്രയാണ്, ഓക്കെ, ആ പ്രോഡക്റ്റിന് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഡിസ്കൗണ്ട് എത്രയാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റയിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇവിടെ എത്ര കോളംസ് ഉണ്ട്, 1 2 3 4 5.
5 കോളംസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 5 മാത്രമല്ല, അതിലും ഒരുപാട് കോളംസ് ഒരു റിയൽ ഡേറ്റ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു റിയൽ ഡേറ്റയിലുണ്ടാവും. അതേപോലെ തന്നെ ഇതിൽ ഈ ഓരോ കോളംസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വാല്യൂസ് ഉണ്ടാവും. സേ ഇപ്പോൾ ആ ഒരു എന്താ പറയുക, ടീ ഷോപ്പിൽ 10 ആളുകൾ വിസിറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അവിടെ മേ ബി 10 ഓർഡേഴ്സ് ഉണ്ടായിരിക്കാം. 10ൽ കൂടുതൽ ഓർഡേഴ്സും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ എന്താ പറയുക, ഓരോന്നിനും ഓരോ വാല്യൂസ് ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ കിട്ടുന്ന ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഏത് പ്രൊഡക്റ്റ് ആണ് കൂടുതൽ സെൽ ചെയ്ത്, ഇപ്പൊ സേ ഇവര് ഓർഡർ ചെയ്യുന്ന പ്രൊഡക്റ്റ് മേ ബി ജിഞ്ചർ ടീ, ഇത് അഗൈൻ ജിഞ്ചർ ടീ, വീണ്ടും ജിഞ്ചർ ടീ, ആൻഡ് ദെൻ ഒരു ലെമൺ ടീ, വീണ്ടും ഒരു ലെമൺ ടീ. അപ്പൊ ഈ ഒരു ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് പ്രൊഡക്റ്റ് ആണ് ഇവിടെ കൂടുതൽ സെൽ ആയത്. അപ്പൊ 3 ജിഞ്ചർ ടീ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 3 ജിഞ്ചർ ടീ സെയിലായി എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഇതൊരു ചെറിയ ഡേറ്റ ആവുമ്പോൾ അത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സിമ്പിൾ ആണ്. പക്ഷെ വലിയൊരു ഡേറ്റ വരുന്ന സമയത്ത് നമ്മൾ ഒരു കഴിഞ്ഞ മാസത്തെയൊക്കെ റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ഡേറ്റ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ വലുതായിരിക്കും. ഇനി കഴിഞ്ഞ 2 വർഷത്തെ എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന സെയിൽസ് ഇതിനേക്കാളും സെയിൽസിന്റെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ കൂടുതലായിരിക്കും. അപ്പൊ അത്രയും വലിയ ഡേറ്റയെ ഒക്കെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ സമ്മറൈസ് ചെയ്യാൻ നമുക്ക് എന്തിന്റെ സഹായം ആവശ്യമുണ്ട്? നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കിന്റെ സഹായം ആവശ്യമുണ്ട്. സോ ആ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടെക്നിക് എന്ന് പറയുന്നത് ഈ ഡേറ്റ അനലിറ്റിക്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഓക്കെ, അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആൻസർ കിട്ടാൻ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ പറഞ്ഞ നെറ്റ്ഫ്ലിക്സിന്റെ കേസിൽ തന്നെ നെറ്റ്ഫ്ലിക്സ് റിക്കമെൻഡ്സ് മൂവീസ് ബേസ്ഡ് ഓൺ വ്യൂയിങ് പാറ്റേൺസ്. അവർ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഡേറ്റയിൽ നിന്നുള്ള ഓരോ ഇൻഫർമേഷൻ വെച്ചിട്ട് ഡേറ്റയിൽ നിന്ന് എന്താ കിട്ടുക, നമുക്ക് ആ ഡേറ്റയുടെ എന്താ പറയുക സ്വഭാവം മനസ്സിലാക്കാം. നമുക്ക് സ്വഭാവം എന്ന് പറയുമ്പോൾ ആ ഡേറ്റയിൽ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുത്ത് നോക്കുക, ഏത് പ്രോഡക്റ്റ് ആണ് കൂടുതൽ സെയിലാണ്. അവിടെ നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്നത് എന്താണ്? പ്രൊഡക്റ്റിന്റെ കൗണ്ട് ആണ് അല്ലെ. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ കൗണ്ട് ആണ്. അത് അഗെയിൻ കംസ് ഫ്രം സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ് വരുന്നത്. സോ ദാറ്റ് വൺ. ആൻഡ് അഗൈൻ ആമസോൺ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഗൂഗിള് ഓരോ എന്താ പറയുക സെർച്ച് റിസൾട്ട്സിന് ഓരോ റാങ്ക് കൊടുക്കുന്നത്. പിന്നെ ബാങ്ക് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുന്നത്. പിന്നെ ഹോസ്പിറ്റൽസ് ഡിസീസിനെ പ്രിഡിക്ട് ചെയ്യുന്നത് ഒക്കെ ഈ പറഞ്ഞ കണക്കുകൾ വെച്ചിട്ടാണ്. നമുക്ക് കണക്കെന്ന് പറയുന്നത് അത്രയ്ക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ അതാ ഒരു ഡേറ്റ വെച്ച് ആ ഡേറ്റയിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് അപ്ലൈ ചെയ്ത് ആ ടെക്നിക്കിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഇസ് സ്റ്റാറ്റിസ്റ്റിക്സ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മാത്തമാറ്റിക്കൽ സയൻസ് ഫോർ വാട്ട്? ഫോർ കളക്ടിങ്, organizing and analyzing data so that meaningful conclusions can be drawn from it. അപ്പോൾ ഇത്ര നേരം പറഞ്ഞ പോലെ ഡേറ്റയിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഒരു സമ്മറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് അനാലിറ്റിക്സിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമാണ് ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രെഡിക്റ്റീവ് ആൻഡ് ദെൻ പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് വേറെ 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒന്ന് സാമ്പിൾ എന്ന് പറയുന്നത്, പിന്നെ ഒന്ന് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. എന്താണ് സാമ്പിൾ? സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ. ഓക്കെ, സോ ഇതൊരു പോപ്പുലേഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു പോപ്പുലേഷൻ. ഇതിനെ ഞാൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് വരുന്ന ചെറിയൊരു പോർഷൻ, ഇത്രയും പോർഷൻ ആണ് എന്ത് സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോപ്പുലേഷന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് എന്ത് സാമ്പിൾ. A subset of a population used to provide statistical information about that particular population. So sample statistics എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇനി പോപ്പുലേഷന്റെ കേസിലോ, all members of a defined group being studied for data driven decisions. We often study a sample from it to infer information about the whole. Population parameters describe it. Okay. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറയാം, ഇതിന്റെ സെയിം ഫിഗർ തന്നെയാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ കയ്യിലുള്ള ആ ഒരു പോപ്പുലേഷന്റെ ഒരു ഭാഗം ആണ് സാമ്പിൾ എന്ന് പറയുന്നത്. സോ സാമ്പിളിൽ നിന്നും നമുക്ക് എന്ത് ഇൻഫറൻസ് അല്ലെങ്കിൽ എന്ത് കൺക്ലൂഷൻ അല്ലെങ്കിൽ എന്ത് ഇൻഫർമേഷൻ ആണോ കിട്ടുന്നത്, ആ ഇൻഫർമേഷൻ തന്നെയായിരിക്കും പോപ്പുലേഷന്റെയും ഇൻഫർമേഷൻ എന്നുള്ളതാണ് ഈ ഒരു ആരോ വെച്ചിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ സാമ്പിളിൽ നിന്ന് എന്ത് ഇൻഫറൻസ് കിട്ടുന്നോ അത് തന്നെയായിരിക്കും പോപ്പുലേഷന്റെയും ഇൻഫറൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ ചോറ് വെക്കുന്ന സമയത്ത് ചോറ് വെന്തോന്ന് നോക്കുന്നത് എങ്ങനെയാണ്? ഒരു സ്പൂൺ എടുത്ത് ആ എന്താ പറയുക തിളച്ചോണ്ടിരിക്കുന്ന ആ അരിയിലേക്ക് നമ്മളൊരു സ്പൂൺ എടുത്തിടുന്നു. അതിൽ നിന്ന് നമ്മൾ ആ ഒരു ചോറ് വെന്തിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് കൈ കൊണ്ടെടുത്ത് ഒന്ന് കഴിച്ചു നോക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ആ ചോറ് വെന്തിട്ടുണ്ടോ എന്നുള്ളത്.
അല്ലാതെ ആ ചോറ് എന്തോന്നറിയാൻ ആ മുഴുവൻ ചോറ് നമ്മൾ എടുത്ത് കഴിക്കാറുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് സാമ്പിളും പോപ്പുലേഷനും. അപ്പോൾ ആ ഒരു എന്താ പറയാ, ആ വലിയ എന്താ പറയാ, ആ ഒരു കലത്തിൽ നിറച്ച ചോറാണല്ലോ. അപ്പൊ ആ ചോറെന്ന് പറയുന്നതാണ് ആക്ച്വലി നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എടുത്തു നോക്കുന്ന ആ ഒരു സ്പൂണില്ലേ, സോ ദാറ്റ് ഇസ് കോൾഡ് സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇതാണ് സാമ്പിൾ ആൻഡ് പോപ്പുലേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ സാമ്പിളിൽ നിന്ന് നമുക്ക് എന്താണോ മനസ്സിലാവുന്നത് ആ സാധനം തന്നെയായിരിക്കും പോപ്പുലേഷന്റെയും എന്താ വിളിക്കുന്നത്, ആ പോപ്പുലേഷന്റെയും ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് വിചാരിക്കാം, ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് വിചാരിക്കും. അപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് എത്ര ബ്ലഡ് ആണ് അല്ല, അവര് നഴ്സ് നമ്മുടെ എന്താ പറയുക നീഡിലെടുത്ത് നമ്മുടെ മേത്തേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തെടുക്കുന്നു, ബ്ലഡ് എടുക്കുന്നു. അപ്പോൾ ഒരു കുഞ്ഞു പോർഷൻ ഓഫ് ബ്ലഡ് ആണ് എടുക്കുന്നത്. ആ ബ്ലഡിൽ നിന്നാണ് അവർ എന്ത് തരുന്നത്, റിസൾട്ട് തരുന്നത്. അഗൈൻ അവർ സാമ്പിൾ എടുത്തിട്ടാണ് അതിൽ നിന്ന് ഷുഗറിന്റെ അളവ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് എത്ര ഷുഗർ ഉണ്ടെന്ന് അവർ പറയുന്നത്. അല്ലാതെ ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് ബ്ലഡ് എടുക്കുന്നില്ല. ഓക്കെ, സോ ദാറ്റ്സ് കോൾഡ് സാമ്പിൾ ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ആ സാമ്പിളിൽ നിന്ന് നമുക്ക് എന്ത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്ത് കൺക്ലൂഷൻ ആണോ കിട്ടുന്നത് ആ കൺക്ലൂഷൻ തന്നെയായിരിക്കും പോപ്പുലേഷന്റെയും കൺക്ലൂഷൻ. ഓക്കെ, സോ സാമ്പിൾ ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ. വെൻ ഇറ്റ് കംസ് ടു ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് ഡേറ്റ സയൻസിലാണെങ്കിലും ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊക്കെ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഡേറ്റ ആൻഡ് ഇറ്റ്സ് ടൈപ്സ് എന്ന് പറയുമ്പോൾ ഡേറ്റയിനെ മെയിൻലി നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് ന്യൂമറിക്കൽ ഡാറ്റ, ഒന്ന് കാറ്റഗറിക്കൽ ഡാറ്റ. ന്യൂമറിക്കൽ ഡാറ്റനെ പറയുന്ന മറ്റൊരു ടേം ആണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അതേപോലെ കാറ്റഗറിക്കൽ ഡാറ്റനെ പറയുന്ന മറ്റൊരു പേരാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നുള്ളത്. ന്യൂമറിക്കൽ ഡാറ്റയുടെ കേസിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, നമ്പേഴ്സ് ആണ്. കംപ്ലീറ്റ്ലി നമ്പേഴ്സ് റിലേറ്റഡ് ആയിരിക്കും. കാറ്റഗറിക്കൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേർഡ്സ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും. ഒന്ന് ഏജ് എന്ന് പറയുന്ന നമ്പറാണ് അല്ലെ. ഏജ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, 1 2 3 4 അങ്ങനെ പോവും ഏജ്. അതേപോലെ വെയിറ്റും അതേപോലെ ഇങ്ങനെ കൂടി കൂടി വരുന്ന ഒരു കാര്യമാണ് വെയിറ്റ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ചിൽഡ്രൻ, ഷൂവിന്റെ സൈസ്, ഇതൊക്കെ എന്താണ് ന്യൂമറിക്കൽ ആണ്. അതേപോലെ കാറ്റഗറിക്കൽ ഡാറ്റ എന്ന് പറയുമ്പോൾ ഐൻ്റെ കളറ്, ജെൻഡർ, ബ്ലഡ് ടൈപ്പ്, എത്തനിസിറ്റി, ഇതൊക്കെ എന്താണ് മെയ്ഡ് ഓഫ് വേർഡ്സ് ആണ്. സോ അതൊക്കെ കാറ്റഗറിക്കൽ ഡാറ്റ ആണ്. അതേപോലെ ന്യൂമറിക്കൽ ഡാറ്റനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് കണ്ടിന്യൂസ് ഡാറ്റ ആൻഡ് ഡിസ്ക്രീറ്റ് ഡാറ്റ. സോ ഈ കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് എന്ന് പറയുന്ന രണ്ട് ടേംസിന്റെ അർത്ഥങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, സോ അതൊക്കെ ഈ റിഗ്രഷന്റെ നമ്മൾ മെഷീൻ ലേണിംഗിലേക്ക് വരുന്ന സമയത്ത് ഈ രണ്ട് ടേംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് അറിഞ്ഞാലാണ് നമുക്ക് അവിടെ വരുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മനസ്സിലാവുള്ളൂ. ഓൾസോ ഇൻ ദിസ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസില് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏജ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ്. അതായത് കണ്ടിന്യൂസ് പറയുമ്പോൾ വിത്തിൻ ഒരു സ്പെസിഫിക് റേഞ്ച് ആയിരിക്കില്ല. ഓക്കെ, ദാറ്റ് ഈസ് നമുക്കൊരു കൗണ്ടബിൾ ആയിരിക്കില്ല. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ 1 2 3 4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏജ് എന്താണ്, ഏജ് അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതേപോലെ വെയിറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ വെയിറ്റ് വിത്തിൻ 5 കിലോ ആൻഡ് വിത്തിൻ 10 കിലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ഒരു ഹോൾ പോപ്പുലേഷൻ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു പോപ്പുലേഷൻ്റെ അകത്ത് ഇപ്പൊ ഇന്ത്യയിലെ പോപ്പുലേഷൻ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഇന്ത്യ എന്ന് പറയുന്ന പോപ്പുലേഷൻ്റെ അകത്ത് 5 മുതൽ 10 കിലോ വരെയുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് എൻ എക്സാമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അങ്ങനെ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അതേപോലെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ ഡിസ്ക്രീറ്റിന്റെ കേസിൽ അവിടെ ഫൈനൈറ്റ് ആയിരിക്കും. കണ്ടിന്യൂസിൽ എന്താണ് അവിടെ ഓപ്ഷൻസ് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഡിസ്ക്രീറ്റിന്റെ കേസിൽ അവിടെ എപ്പോഴും ഓപ്ഷൻസ് ഫൈനൈറ്റ് ആയിരിക്കും. കാര്യം ഷൂ സൈസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഷൂവിന്റെ സൈസ് എത്ര തൊട്ട് എത്ര വരെ പോകാം, 5 മുതൽ മേ ബി ഒരു 10, അങ്ങനെ ആ ഒരു റേഞ്ച്, വിത്തിൻ ഒരു റേഞ്ച് നമുക്ക് എപ്പോഴും പറയാൻ പറ്റും ഷൂവിന്റെ സൈസ്. അതേപോലെ നമ്പർ ഓഫ് ചിൽഡ്രൻ, ഒരിക്കലും നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് എന്താ പറയാ 35 40 50 അത്ര 100 അങ്ങനെ ആ ഒരു എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്പർ ഓഫ് ചിൽഡ്രൻ. ഐതർ ഇപ്പൊ നമ്മളിപ്പോ മോസ്റ്റ്ലി കാണുന്ന ഫാമിലീസിലൊക്കെ കാണുന്ന കുട്ടികളുടെ എണ്ണം പറയുന്നത് ജസ്റ്റ് 3 അല്ലെങ്കിൽ 4 5 അതിൽ കൂടുതൽ പോകാറില്ല. സോ ദാറ്റ് ഇസ് ഒരു വിത്തിൻ എ റേഞ്ച്. അവിടെ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള കാര്യം വരുന്നുണ്ട്. അതാണ് ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇൻഫൈനൈറ്റ് ആയിരിക്കും. കാറ്റഗറിക്കലിന്റെ അണ്ടറിലും അഗൈൻ 2 കാറ്റഗറീസ് വരുന്നുണ്ട്, ഓർഡിനൽ ആൻഡ് നോമിനൽ എന്ന് പറയുന്നത്. ഓർഡിനൽ ഡേറ്റ എന്ന് പറയുമ്പം അവിടെ ഡേറ്റയ്ക്ക് ഒരു ഹയറാർക്കി ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പെയിനിന്റെ സിവിയറിറ്റി.
പെയിൻ, ഇപ്പം നമ്മളിപ്പോൾ എനിക്ക് വയ്യ, എനിക്ക് ഭയങ്കര കൈ വേദനയാണെന്ന് പറയുമ്പോൾ അതിന് പെയിനെ എനിക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, ലൈക്ക് എനിക്ക് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ഇൻ ദ സെൻസ് പെയിൻ വളരെ കുറവാണ്, അതായത് പെയിൻ ഭയങ്കര ലെസ് ആണ്, ലെസ് എന്ന് പറയുന്ന ഒരെണ്ണം. ഓക്കെ, ആൻഡ് ദെൻ അതിൻ്റെ കൂടുതൽ കുറച്ചും കൂടെ എന്താ പറയുക ഹയറിലേക്ക് പോകുമ്പോൾ ഒരു മാനേജബിൾ എന്ന് പറയുന്ന രീതിയിലുണ്ട്. അതിൻ്റെ അടുത്തും കൂടെ ഹയറിലേക്ക് പോകുമ്പോൾ സിവിയർ. ഈ ഒരു കാറ്റഗറി, ദാറ്റ് ഈസ് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്തെന്ന് വിളിക്കുന്നത്, ഓർഡിനൽ എന്ന് വിളിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ക്ലാസ്സിൽ വരുന്ന റാങ്ക്, സ്റ്റുഡൻസിന്റെ റാങ്ക്സ്, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്. അപ്പൊ ഫസ്റ്റ് റാങ്ക് ആണ് അവിടെ ഹൈ ആയിട്ട് നിൽക്കുന്നത്, അതേപോലെ സെക്കൻഡ് റാങ്ക് അടുത്ത് അതിന്റെ താഴെ, പിന്നെ തേർഡ് റാങ്ക് സെക്കൻഡ് റാങ്കിന്റെ താഴെ, അങ്ങനെ ആ ഒരു ഓർഡർ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് എന്തെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓർഡിനൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ റേഞ്ച്, എന്താ പറയാ, നമ്മൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആണോ, ഓക്കെ ആണോ, അതോ നോട്ട് സാറ്റിസ്ഫൈഡ് അറ്റ് ഓൾ ആണോ. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് അറേഞ്ച്മെന്റ്, ഒരു ഓർഡറിൽ നമുക്ക് അങ്ങനെ റേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ് ഓർഡിനൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് നോമിനൽ? നോമിനൽ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റയ്ക്ക് ഹയറാർക്കി ഉണ്ടാവില്ല. ഹയറാർക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഐ കളർ, ഐന്റെ കളറ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലെ. അതിന്റെ കളർ എന്ന് പറയുമ്പോൾ മേ ബി അത് ബ്ലാക്ക് ആയിരിക്കാം, ബ്ലൂ കണ്ടിട്ടുണ്ട്, അതുപോലെ ബ്രൗൺ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഡോഗിന്റെ ബ്രീഡും നമുക്ക് ഇതേപോലെ ഓർഡിനൽ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ബ്ലഡിന്റെ ടൈപ്പ് ഒക്കെ പലതരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ, എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, അങ്ങനെ പലതും. അതിനെയും നമുക്ക് ഇങ്ങനെ ഓർഡിനൽ ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മൊത്തത്തിൽ വരുന്ന ഡേറ്റകളുടെ ടൈപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഡേറ്റ മൊത്തത്തിൽ 2 ടൈപ്സ് ആണ്. ഒന്ന് ന്യൂമറിക്കൽ ഡേറ്റ, കാറ്റഗറിക്കൽ ഡേറ്റ. ന്യൂമറിക്കൽ ഡേറ്റനെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയും, കാറ്റഗറിക്കൽ ഡേറ്റനെ ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയും. ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്പേഴ്സ് ആയിരിക്കും, കാറ്റഗറിക്കൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വേർഡ്സ് ആയിരിക്കും. ന്യൂമറിക്കൽ ഡേറ്റനെ അഗൈൻ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രിപ്റ്റ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻഫൈനൈറ്റ് ഓപ്ഷൻസ് ആയിരിക്കും, ഡിസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഫൈനൈറ്റ് ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാറ്റഗറിക്കൽ ഡേറ്റേനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ഓർഡിനൽ ഡാറ്റ, ഒന്ന് നോമിനൽ ഡാറ്റ. ഓർഡിനൽ ഡേറ്റയ്ക്ക് ഒരു ഓർഡർ ഉണ്ടാവും, നോമിനൽ ഡേറ്റയ്ക്ക് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് അനാലിറ്റിക്സ്. ടൈപ്സ് ഓഫ് അനാലിറ്റിക്സിൽ ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റ, നിങ്ങളിപ്പോൾ ഒരു ഡേറ്റ അനലിസ്റ്റ് ആവാൻ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ടൈപ്സ് ഓഫ് അനാലിറ്റിക്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് മുമ്പ് എന്താ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, അത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഈ ടൈപ്സ് ഓഫ് അനാലിറ്റിക്സിൽ പറയുന്നത്. മൊത്തത്തിൽ 4 എണ്ണമാണുള്ളത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ്, പിന്നെ ഡയഗ്നോസ്റ്റിക് അനാലിറ്റിക്സ്, പ്രിഡിക്റ്റീവ് അനാലിറ്റിക്സ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ്. അങ്ങനെ 4 തരത്തിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ്. വലിയൊരു ഡെഫിനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതല്ലാതെ നമുക്ക് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അഗൈൻ എൻ്റെ കയ്യിൽ ഞാൻ ഒരു കോഫി ഷോപ്പ് ഓണറാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ സെയിൽസ് ഒന്ന് എടുത്തു നോക്കിയ സമയത്ത് സെയിൽസ് അവിടെ 30% താഴേക്ക് പോയിരിക്കുകയാണ്. സെയിൽസ് 30% ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, സോ ഇതാണ് സെനാറിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെനാറിയോ വെച്ചിട്ട് ഈ 4 തരത്തിലുള്ള അനലിറ്റിക്സ് നമുക്കൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് എൻ്റെ കയ്യിലുള്ള ഡേറ്റനെ ഞാനൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, വാട്ട് ഹാപ്പൻഡ് എന്ന് മനസ്സിലായി. സോ വാട്ട് ഹാപ്പൻഡ് എന്നുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ് പറയുന്നത്. വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ സെയിൽസ് 30% ഡ്രോപ്പ് ആയിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംസ്, നമ്മളിപ്പോൾ മനസ്സിലാക്കി എന്താ സംഭവിച്ചെന്നുള്ളത് മനസ്സിലാക്കി, വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ അതാണ് ഡിസ്ക്രിപ്റ്റീവ്. ഇനി ഈ ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ് നമ്മൾ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഡേറ്റയിൽ എന്താ പറയുക, സെയിൽസ് ഡ്രോപ്പ് ആവാൻ റീസണബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്താ പറയുക, ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടൊന്ന് അനലൈസ് ചെയ്തു, വാട്ട് ഹാപ്പൻ എന്ന് മനസ്സിലാക്കി. ഇനി ഡയഗ്നോസ്റ്റിക് അനാലിറ്റിക്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, വൈ ഇറ്റ് ഹാപ്പൻഡ്, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ പോവാം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അത് സംഭവിച്ചത്, മേ ബി അതിൻ്റെ റീസൺസ് ആയിട്ട് നമുക്ക് മേ ബി പറയാം. തൊട്ട് അടുത്തായിട്ട്, ഓക്കെ, കുറച്ച് അങ്ങോട്ട് അടുത്തായിട്ട് വേറൊരു പുതിയ കോഫി ഷോപ്പ് വന്നപ്പോൾ ആളുകളൊക്കെ അങ്ങോട്ട് പോയി. ഓക്കെ, അതൊരു റീസൺ ആണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്തു, ഒന്ന് മനസ്സിലാക്കി. ഓക്കെ, ഒരു എക്സാമ്പിൾ. പിന്നെ അതേപോലെ വൈകുന്നേരം നല്ല മഴ ആയതുകൊണ്ട് നടന്നു വരുന്ന ആളുകളൊക്കെ അവരുടെ യാത്ര ഒഴിവാക്കി. ഓക്കെ, മേ ബി അതൊരു റീസൺ ആയിട്ട് പറയാം. പിന്നെ ഞാൻ ഐഡന്റിഫൈ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഈ ഒരു കോഫി ഷോപ്പിൽ ക്യാപ്പുച്ചിനോയുടെ സെയിൽസ്
ഓക്കെ, കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. വൈ ഇറ്റ് ഹാപ്പൻഡ് എന്നുള്ളത് ഇപ്പം ഞാൻ മനസ്സിലാക്കി. വൈ ഇറ്റ് ഹാപ്പൻഡ്, എന്തൊക്കെ കൊണ്ടാണ് സംഭവിച്ചത്. പുതിയൊരു കോഫി ഷോപ്പ് അവിടെ തുറന്നു. ഓക്കെ, പിന്നെ വേറൊരു റീസൺ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ, മഴ ആയതുകൊണ്ട് കാലിൽ വരുന്ന നടന്നു വരുന്ന ആളുകളൊക്കെ അത് ഒഴിവാക്കി എന്നുള്ളത്, ആ ഒരു യാത്ര ഒഴിവാക്കി. അപ്പൊ ഇത് റീസൺസ് നമ്മൾ കണ്ടുപിടിച്ചു. സോ വാട്ട് ഹാപ്പൻഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി വൈ ഇറ്റ് ഹാപ്പൻഡ്, റീസൺ നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് ഡയഗ്നോസ്റ്റിക് അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് വൺ ആണ് പ്രെഡിക്റ്റീവ് അനാലിറ്റിക്സ്. പ്രെഡിക്റ്റീവ് അനാലിറ്റിക്സിൽ ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് ആ ഒരു എക്സാമ്പിളിൻ്റെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത മാസം സെയിൽസ് വീണ്ടും 10% താഴാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കി. ഓക്കെ, അങ്ങനെ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ എന്ന് മനസ്സിലാക്കുന്നതാണ് പ്രെഡിക്റ്റീവ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ്. പ്രിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ സെയിൽസ് നമ്മളിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്തില്ല, സെയിൽസ് ഡ്രോപ്പ് ആവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തു. അങ്ങനെ ഡ്രോപ്പ് ആയിട്ടുണ്ടെങ്കിൽ, അത് ഡ്രോപ്പ് ആയാൽ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഓക്കെ, അതിനൊരു സൊല്യൂഷൻ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. അതാണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ, അതായത് ഇപ്പം നമ്മൾ മനസ്സിലാക്കി സെയിൽസ് 10% ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സെയിൽസ് ഡ്രോപ്പ് ആവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതിന് സൊല്യൂഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മേ ബി പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. ലൈക്ക് ഒരു ബൈ വൺ ഗെറ്റ് വൺ ഓഫർ പോലെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡിസ്കൗണ്ട് പോലെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ ലോയൽറ്റി പ്രോഗ്രാം, അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് അഡ്വർടൈസ്മെന്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി സെയിൽസ് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. സെയിൽസ് ഒരിക്കലും അറിയില്ല, കുറച്ച് ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ KFCയിലൊക്കെയുള്ള വെനസ്ഡേ ഓഫേഴ്സ്, അങ്ങനെയുള്ള പല ഓഫേഴ്സ്. സോ അതിൻ്റെയൊക്കെ കാര്യം എന്ന് പറയുന്നത് അവരുടെ സെയിൽസ് ഡ്രോപ്പ് ആവാതിരിക്കാൻ അവർ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഈ പറയുന്ന ഓഫേഴ്സ് എന്നുള്ളതൊക്കെ. ഓക്കെ, സോ ഇതാണ് നാലും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മെയിൻലി നമ്മൾ ഡേറ്റ അനലിറ്റിക്സിലൊക്കെ ഉപയോഗിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ 3 തരത്തിലാണ് നമുക്ക് ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. ഒന്ന് ന്യൂമറിക്കൽ, ഒന്ന് ഗ്രാഫിക്കൽ, ആൻഡ് ദെൻ ടാബുലർ സ്ട്രക്ചർ, ടാബുലർ റെപ്രസെന്റേഷൻ. ഈ 3 തരത്തിലാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. സോ ന്യൂമറിക്കൽ മെഷേഴ്സിൽ എങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്? സോ ന്യൂമറിക്കൽ മെഷേഴ്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആൻഡ് സ്പ്രെഡ്സ്, ആൻഡ് ദെൻ മെഷേഴ്സ് ഓഫ് സിമെട്രി ഓർ ഷേപ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ദാറ്റ് ഇസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും ഡിസ്പേർഷനും സ്പ്രെഡും വരെ നമുക്ക് ഈ പറയുന്ന ഡേറ്റ അനലിറ്റിക്സിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ മെഷേഴ്സ് ഓഫ് സിമെട്രി ആൻഡ് ദെൻ ഷേപ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്, ലൈക്ക് മെഷീൻ ലേണിംഗിലേക്കൊക്കെ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടേംസ് ആണ് സിമെട്രി ഓർ ഷേപ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന പോർഷനാണ്. ബാക്കിയുള്ള 2 പോർഷൻസ് നമുക്ക് മേ ബി അടുത്ത സെഷൻസിലൊക്കെ ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഫസ്റ്റ് ഓഫ് ഓൾ, എന്തുകൊണ്ടാണ് പേര് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്? നമ്മുടെ കയ്യിൽ ഒരു വലിയ ഡേറ്റ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡേറ്റയിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന വാല്യൂസ്, മെയിൻലി മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ഒന്ന് മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട്, അല്ലെ? ഇത് 3 നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 3 കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ആ ഒരു വലിയ ഡാറ്റ, സേ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഡേറ്റനെ ഈ ഒരു ലൈനിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ഒരു പേര് വരാൻ കാരണം ആക്ച്വലി മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മീൻ, മീഡിയൻ, മോഡ് ഉണ്ടെന്നുള്ള 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് 3 കാര്യങ്ങളും നമ്മൾ ആ ഡേറ്റയുടെ 3 കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്താൽ ആ ഡേറ്റയുടെ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് വരും. ഓക്കെ, നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്താലും ആ ഡേറ്റയുടെ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് വരും. അതുകൊണ്ടാണ് ഇതിനെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ മീൻ, ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു കൈൻഡ് ഓഫ് റിവിഷൻ പോലെ ഓക്കെ. അരിത്തമെറ്റിക് മീൻ നമുക്കറിയാം, നമുക്കിപ്പോൾ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു മീൻ കിട്ടും. ഓക്കെ, നമുക്കിവിടെ എത്ര ഡേറ്റ ഉണ്ട്? 1 2 3 4 5 6 7. ഓക്കെ, 7 ഡേറ്റയാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ആ 7 ഡേറ്റ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേറ്റ, നമുക്കിപ്പോൾ എത്ര നമ്പർ ഓഫ് ഡേറ്റ ആണുള്ളത്? 7 ഡേറ്റ. സോ ഡിവൈഡഡ് ബൈ 7 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം 5.285 വരും. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മീഡിയൻ. മീഡിയന്റെ കേസിൽ വരുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള ഡേറ്റ എന്ന് പറയുന്നത് 4 5 7 2 8 10 1.
നമ്മളോട് മീഡിയൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മീഡിയൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ഡേറ്റിന് ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. സോ ഇവിടെ ഞാൻ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മീഡിയൻ എന്ന് പറഞ്ഞ എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ഡേറ്റകൾ വരുന്ന മിഡിൽ നമ്പർ ആണ് എന്തെന്ന് പറയുന്നത്, മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോ നമ്മുടെ നമ്പർ ഓഫ് ഡേറ്റ ഓഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഡേറ്റയിലുള്ള മിഡ് നമ്പർ ആയിരിക്കും നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഈവൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ വരുന്ന രണ്ട് നമ്പേഴ്സ്, ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ഈവൺ നമ്പർ ഓഫ് നമ്പേഴ്സ് ആണ്. ഇത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 10 നമ്പേഴ്സ് ആണുള്ളത്. 10 എന്ന് പറയുന്നത് ഈവൺ ആണ്. അപ്പോൾ ഈവൺ നമ്പേഴ്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റയിലുള്ള രണ്ട് മിഡിൽ ഡേറ്റ എടുക്കുക, ആൻഡ് ദെൻ അതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? മീഡിയൻ കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള മീഡിയൻ എന്ന് പറയുന്നത് 5.5 ആണ് അല്ലെ? ഓക്കെ, ഇനി അടുത്തത് മോഡ്. മോഡ് എന്ന് പറയുന്നത് എന്താ? മോഡ് ഇസ് എ ടേം അപ്പിയറിംഗ് മാക്സിമം ടൈം ഇൻ ദ ഡേറ്റാ സെറ്റ്. അതായത് നമുക്ക് ഒരു ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡേറ്റാ സെറ്റിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയി വന്നിട്ടുള്ള വാല്യൂ ഏതാണ്, അതായിരിക്കും നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സി ഇപ്പൊ എനിക്ക് ഇത്രയും നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 5, 5, 2, 4, 6, 8, 9. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള നമ്പർ ഏതാണ്? 5. സോ അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പൊ ഒരു ഡേറ്റാ സെറ്റിൽ എന്താ പറയുക, റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ഒന്നുമില്ല, എല്ലാ നമ്പേഴ്സും ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ ദെൻ ആ ഒരു ഡേറ്റയിൽ മോഡ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് മൂന്നുമാണ് എന്തെന്ന് വിളിക്കുന്നത്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ് യൂസ് കേസ് ആണ്. ഓക്കെ, സോ സി we have to open a luxurious car shop in your area. നമ്മൾ നിങ്ങളുടെ ഒരു ഏരിയയിൽ, ഒരു ലൊക്കാലിറ്റിയിൽ ഒരു ലക്ഷൂറിയസ് കാർ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോവാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളായിരുന്നു ആ ഒരു ലക്ഷൂറിയസ് കാർ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കൺസിഡർ ചെയ്യും? ആ ഏരിയ എന്ന് പറയുന്നത് എന്ത് തരം ഏരിയ, അതായത് റിച്ച് പീപ്പിൾ താമസിക്കുന്ന ഏരിയ ആണോ എന്ന് ചെക്ക് ചെയ്യും അല്ലെ? തിരക്ക് എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കും. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നോക്കിയിട്ടായിരിക്കും നമ്മളൊരു ഏരിയ ചൂസ് ചെയ്യുന്നത്. ആ ഏരിയയിലായിരിക്കും നമ്മൾ ഈ പറയുന്ന ലക്ഷൂറിയസ് കാർ ഷോപ്പ് നോക്കുക അല്ലെ? അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നോക്കുക? ലെറ്റ്സ് സീ. സോ ഫസ്റ്റ് വൺ, we will get statistics information of the salary of people living in your area അല്ലെ? നമ്മളത് കളക്ട് ചെയ്യില്ല. ആ ഒരു ലൊക്കാലിറ്റിയിൽ താമസിക്കുന്ന ആളുകളുടെ ആവറേജ് സാലറി ഏകദേശം എത്ര ആയിരിക്കും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി we consider the average salary to decide whether people can buy a car or not. ഓക്കെ, അതായത് അവിടെ താമസിക്കുന്ന ആളുകളെ കൊണ്ട് കാറ്, ഒരു ലക്ഷറിയസ് കാർ വാങ്ങാൻ പറ്റുമോ ഇല്ലയോ, അല്ലെ അവർക്കൊരു അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളവിടെ ചെക്ക് ചെയ്യും. അപ്പൊ ഫോർ ടൈം ബീങ് നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻകം, ഡോളേഴ്സിൽ നമ്മൾ ഇൻകം കൊടുത്തിട്ടാണ് നോക്കുകയാണ് നമ്മൾ ആ ഒരു ലൊക്കാലിറ്റിയിൽ. ഇപ്പൊ ജാക്ക് എന്ന് പറയുന്ന ആളുടെ സാലറി $5,000 ആണ്. അതുപോലെ ടോം, ടിന, ആൽബർട്ട്, മോഹൻ ആൻഡ് ദെൻ നീന, ഇത്രയും പേരുടെ സാലറി നമ്മൾ കളക്ട് ചെയ്ത് അതിന്റെ ആവറേജ് എനിക്ക് കിട്ടിയിട്ടുള്ളത് 6250 ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം, നമുക്ക് ഏകദേശം മനസ്സിലാക്കാം അവിടെ ഒരു ലക്ഷൂറിയസ് കാർ ഷോപ്പ് വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അല്ലെ? ഇനി മറ്റൊരു കേസ് നോക്കുകയാണെ, ബട്ട് അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. വി ഹാവ് an outlier which changes the average, then we can't consider the average for decision making അല്ലേ? ഇപ്പൊ നോക്കിക്കേ, ഞാൻ എൻ്റെ ഡേറ്റയിൽ ഒരു ചെറിയ മാറ്റം വരുത്തി, ഒരു പുതിയ ആള് ആ ഒരു ലൊക്കാലിറ്റിയിലേക്ക് വരണം. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ എലൻ മസ്ക് പോലെ വലിയ ഒരു മില്യണർ, ആക്ച്വലി ട്രില്യണർ അവിടേക്ക് വരികയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എലൻ മസ്കിന് ആവറേജ് എന്ന് പറയുന്ന മന്ത്ലി ഇൻകം 10 million ഫോർ ടൈം ബീങ്, ലെറ്റ് ഇറ്റ് ബി. നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യണ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 10 million. അപ്പം എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അയാളുടെ ഒരു സാലറി എത്ര ഉണ്ടാവും, സാലറി അല്ല ഒരു ആസ്തി എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കല്ലോ. സോ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സാമ്പിൾ എടുത്തു. സോ വി ഹാവ് 10 million. ഓക്കെ, ഇനി ഇതിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. അപ്പൊ ഇതിന്റെ ആവറേജ് നമുക്ക്, ആവറേജ് ഇൻ ദ സെൻസ് മീൻ. ഓക്കെ, അപ്പൊ മീൻ നമുക്ക് 1.43 എന്ന് കിട്ടി. അപ്പൊ എന്ത് പറ്റി? നമ്മുടെ ഐഡിയയിലുള്ള കാര്യം എന്താ? ഒരു ലക്ഷൂറിയസ് കാർ ഷോപ്പ് ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകളുടെ സാലറിയുടെ ആവറേജ് അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ആവറേജ് നോക്കുമ്പോൾ 1.43 million. സോ നമ്മുടെ മൈൻഡിലേക്ക് പോകുന്ന കാര്യം എന്തായിരിക്കും? ഓക്കെ, എന്തുകൊണ്ടും ഈ ഒരു ഏരിയയിൽ ഒരു ലക്ഷൂറിയസ് കാർ ഷോപ്പ് ഓപ്പൺ ചെയ്യാമെന്നുള്ളത് തന്നെ ഒരു ഡിസിഷൻ പോലെ വരികയാണ്. ബട്ട് ദർ ഇസ് എ പ്രോബ്ലം. ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു റിച്ച് ആള് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഔട്ട്ലയർ. ഔട്ട്ലയർ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ വാല്യൂസിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരെണ്ണം.
ദാറ്റ് ഇസ് ഓഡ് വൺ ഔട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണ് ഔട്ട്ലയറിന്റെ കേസ്. അപ്പൊ ഇതെല്ലാം 5,000 തൊട്ട് ഇത് നോക്കുന്ന സമയത്ത് നോക്കിക്കേ, ഇതിന്റെ സാലറി റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വിത്തിൻ 5,000 ആൻഡ് ദെൻ 8,000 ഇടയിലാണ് എല്ലാ സാലറിയുടെ വാല്യൂസും. ഇത് മാത്രമാണ് പുറമേ ദൂരെ നിൽക്കുന്നത്. അങ്ങനെ ആ ദൂരെ നിൽക്കുന്ന സാധനത്തിന് നമ്മൾ ഔട്ട്ലയർ എന്ന് പറയും. അങ്ങനെ ഔട്ട്ലയർ വരുന്ന കേസുകളിൽ ഒരിക്കലും നമുക്ക് മീൻ വെച്ചിട്ട് മാത്രം ഒരു കാര്യവും കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഔട്ട്ലയേഴ്സ് വരുന്ന കേസിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് മീൻ വെച്ച് നമുക്കൊന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, ഔട്ട്ലയറുള്ള കേസിൽ നമുക്ക് ഇതേപോലെ ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്, മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സി അപ്പോൾ ഇപ്പോൾ നമ്മൾ മീഡിയൻ എടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ വാല്യൂസിനെയൊക്കെ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യും അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യും അല്ലെ. സി വി ആർ ഗോയിങ് ടു ടേക്ക് ദ മീഡിയൻ എടുത്തിട്ട് വേണം അപ്പം തീരുമാനിക്കാം. അപ്പം എന്തൊക്കെയാണ് അവിടെ വരുന്ന വാല്യൂസ്? 5K ഉണ്ട്. ഓക്കെ, ദെൻ യു ഹാവ് ഇൻ ദ 6K. ഓക്കെ, ദെൻ 4K, ദെൻ 7,500K ഉണ്ട്. ഓക്കെ, ഐ മീൻ 7,500 ഉണ്ട്. ആൻഡ് ദെൻ 8K ഉണ്ട്, വീണ്ടും ഒരു 7K ഉണ്ട്, ആൻഡ് ദെൻ വി ഹാവ് 10 million. അപ്പൊ നമുക്കിവിടെ മൊത്തം 7 വാല്യൂസ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ മിഡ് വാല്യൂ ആയിട്ടായിരിക്കും നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മിഡ് വാല്യൂ ആയിട്ട് വരുന്നത് ഏതാണ്? ഈ 7,500. അപ്പോൾ ഈ 7,500 ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ സി, ഔട്ട്ലയേഴ്സ് വരുന്ന കേസിൽ നമുക്ക് മീൻ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് ഓപ്ഷൻ. ഓക്കെ, ഔട്ട്ലയേഴ്സ് വരുന്ന കേസിൽ ഡേറ്റയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ എടുക്കേണ്ടത് എന്ത് മാത്രമാണ്? മീഡിയൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഔട്ട്ലയേഴ്സ് ഉള്ള കേസിൽ മീഡിയൻ എടുക്കാം ആൻഡ് ഔട്ട്ലയേഴ്സ് ഇല്ലാത്ത കേസിൽ മീൻ എടുക്കാം. മീനോ മീഡിയനോ എടുക്കാം, രണ്ടും ഓക്കെയാണ്. ബട്ട് ഔട്ട്ലയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മീഡിയൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? 7,500 ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരിക്കലും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാർ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അല്ലേ. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത് അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്ത് പോവാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ, കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ, നമ്മുടെ ചാനലിൽ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സ് ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഓൾസോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങളൊന്ന് കയറി നോക്കുക ആൻഡ് ദെൻ അത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പോർഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ട്യൂട്ടോറിയലിന്റെ നെക്സ്റ്റ് പോർഷൻസ് നമുക്ക് അടുത്ത സെഷൻസിലൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ ഫോർ നൗ ദാറ്റ്സ് ആൾ. താങ്ക് യു.